ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ലോഗ്സിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇത് കിയ സിറോസിന്റെ ബേസ് വേരിയന്റ് ആണ്. റീസെന്റ് നടന്ന ഭാരത് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിയയുടെ സിറോസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ ഇപ്പോൾ കിയയുടെ സിറോസ് ആണ്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ, അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കാർ നമ്മുടെ കിയ സിറോസ് ആണ്. അതുപോലെ തന്നെ ഒരു ബേസ് വേരിയന്റിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു കാറും കിയയുടെ സിറോസ് മാത്രമാണ്. അപ്പോൾ 2025 മോഡൽ കിയ സിറോസിന്റെ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വെക്കാം. ഈ സൈറോസ് ബേസ് വേരിയന്റിന്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് DKH കിയയുടെ തിരൂരുള്ള പുതിയ ഷോറൂമിലാണ്. ഈ ഷോറൂമിൽ നിങ്ങൾക്ക് കിയയുടെ എല്ലാ വാഹനങ്ങളുടെയും സെയിൽസ് ആൻഡ് സർവീസ് അവൈലബിൾ ആണ്. കിയ സിറോസ് HTK ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിറോസിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTK തൊട്ടിട്ടാണ്. മറ്റ് കിയ വാഹനങ്ങളെല്ലാം HTE ആണ് ബേസ് വേരിയന്റ് എങ്കിൽ സിറോസിൽ അത് HTK തൊട്ടിട്ടാണ് വേരിയന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത്. ആകെ വരുന്ന ഡിഫറൻസ് റൂഫ് റെയിൽസ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സും ലുക്കും കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വാഹനത്തിന്റെ ഡിസൈൻ തന്നെ ഒരു ന്യൂ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ കിയയുടെ മറ്റൊരു വാഹനങ്ങളിലും കാണാത്തൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു EV ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഫ്യൂച്ചറിൽ ഈ വാഹനത്തിന്റെ EV എന്താണെങ്കിലും വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. വാഹനത്തിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഫീച്ചേഴ്സിൽ ചെറിയ ചെറിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഈ ബേസ് വേരിയന്റിൽ മാറ്റ് ബ്ലാക്കിലും മറ്റ് വേരിയന്റുകളിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് കിയ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലോ ബീമായിട്ട് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ താഴെ നമുക്ക് നോർമൽ ലൈറ്റുകൾ ഹൈ ബീമായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു പാർക്ക് ലൈറ്റിംഗ് കാണാം. അതിന്റെ താഴെ ഇൻഡിക്കേറ്റേഴ്സ്. ഫുൾ യൂണിറ്റ് ഹാലജനിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. DRL പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. രാത്രിയിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യും. നമുക്ക് വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബേസ് വേരിയന്റില് ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗത്തെല്ലാം സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മറ്റ് മാനുഫാക്ചേഴ്സിന്റെ മറ്റു വാഹനങ്ങളിൽ ഇതൊക്കെ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷിലും വേറെ ലുക്കിലും ആണെങ്കിൽ സിറോസിൽ ബേസ് വേരിയന്റ് തൊട്ടേ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ ടോപ്പ് ഭാഗങ്ങളെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ മറ്റ് വേരിയന്റുകളായിട്ട് അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വീൽ സൈസ് ചെറുതാണ്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫെൻഡേഴ്സിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 195, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. 15 ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ബേസ് വേരിയന്റിൽ. നെക്സ്റ്റ് HTK ഓപ്ഷണൽ വേരിയന്റ് തൊട്ട് നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അലോയ്സും വരുന്നുണ്ട്. ഇതിപ്പോ അലോയ്സ് ഒന്നും വരുന്നില്ല. ബ്ലാക്ക് കളറിലുള്ള വീൽ കപ്പ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫെൻഡേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് ആ ബോഡി കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക. 2550 mm ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് മാസീവ് ആയിട്ടുള്ള ഇന്റീരിയർ സ്പേസ് ആണ്. ഓവറോൾ ലെങ്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ 3995 അണ്ടർ സബ് 4 മീറ്റർ ആണ് എങ്കിലും സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഇന്റീരിയർ സ്പേസ് ഉള്ളത് നമ്മളുടെ സിറോസിനാണ്. പിന്നെ വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് ആ സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാവുന്നതാണ്. ഡോർ ഹാൻഡിൽസിലേക്ക് വന്നാൽ ഫ്രഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ്. മറ്റു വാഹനങ്ങളുടെ നമുക്ക് നേരെ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാമെങ്കിൽ ഇതിനകത്ത് 2 സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് പ്രോസസ്സ്. നമ്മളിവിടെ പ്രസ് ചെയ്ത് പുഷ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട്. ഈ വശങ്ങളിൽ നിന്നുള്ള ഡിസൈൻ ആണെങ്കിലും ഒരു പുതുമയുള്ള ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ക ഒരു ബോക്സി ഷേപ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇപ്പൊ ടോപ്പിൽ നമുക്ക് ബേസ് വേരിയന്റിൽ റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആന്റിന കാണാം. ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള ബാക്ക് ഡോറും വരുന്നത് സിറോസിനാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോർട്ടൽ ഗ്ലാസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലുക്ക് കാര്യങ്ങൾ എല്ലാ വേരിയന്റുകൾക്കും സിമിലർ ആണ്. പക്ഷെ ഫീച്ചേഴ്സിൽ അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലെ ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ നടുക്കായിട്ട് നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ പ്ലെയിൻ ഗ്ലാസുകളാണ്. വൈപ്പർ വാഷർ ഡിഫോഗറൊന്നും തന്നെ വരുന്നില്ല. ഈ ഒരു പോർഷൻ നമുക്ക് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. HTX വേരിയന്റ് തൊട്ടിട്ടാണ് അത് ഫംഗ്ഷനിലാവുള്ളൂ. ഇവിടെ നമുക്ക് കിയ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാം. ഇത് വേരിയന്റ് ആണ് TGDI ടർബോ പെട്രോൾ എഞ്ചിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സൈറോസിന്റെ ഒരു ബാഡ്ജിങ് കാണാവുന്നതാണ്. നമുക്ക് ഒരു വശത്തായിട്ടാണ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഹാലജനായിട്ടാണ് വരുന്നത്. നമുക്ക് LED കാര്യങ്ങളൊന്നും തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും അതിന്റെ താഴെ റിവേഴ്സ് ആയിട്ടും വരുന്നു. വശങ്ങളായിട്ട് നമുക്ക് ഇതൊരു റിഫ്ലക്ടേഴ്സ് ആണ്. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. നമുക്കിവിടെ താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബേസ് വേരിയന്റിലും നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അതിന് ചേർന്ന് തന്നെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെഗ്മെന്റിലെ ഏറ്റവും ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ സീറോസ് തന്നെയാണ്. 465 ലിറ്റർ ആണ് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ തന്നെയാണ്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 195/65 R15 തന്നെയാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കീലെസ് എൻട്രി ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും പറയില്ല ബേസ് വേരിയന്റ് ആണെന്ന്. മറ്റ് മാനുഫാക്ചേഴ്സ് കണ്ടു പഠിക്കേണ്ട ഒരു ബേസ് വേരിയന്റ് ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ സിറോസിന്റെ ഇന്റീരിയറിന് വിളിക്കാം. ഇതൊരു പക്കാ ടോപ്പ് എൻഡിന്റെ ലുക്കാണ് ഇന്റീരിയറിന് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഡോർ പാഡ് വരുന്നത്. ഡ്യുവൽ 3 ടോൺ എന്ന് പറയാം. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ബ്ലൂയിഷ് ഫിനിഷ്, ഇവിടെ അതിന്റെ ഒരു ലൈറ്റ് ഫിനിഷ് കാണാം. പക്ഷെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഇവിടെയും നമുക്കൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കാണാവുന്നതാണ്. നമുക്ക് വിൻഡോസ് എല്ലാം നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കിവിടെ സ്പീക്കർ ഗ്രില്ല് കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കറിന് ചേർന്ന് നമുക്കൊരു ഓറഞ്ച് ലൈൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഒരു ബേസ് വേരിയന്റിൽ ഇത്രയും പ്രീമിയം കീ കൊടുക്കുന്നത് കിയ മാത്രമാണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വാഹനത്തിന്റെ ഒരു ഡോറിന്റെ ഒരു വെയിറ്റ്. നമ്മൾ ആ ഡോർ തുറക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ബേസ് വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളുടെ HTK ഓപ്ഷനിലൊക്കെ വരുന്ന ഒരു സെയിം ഫിനിഷിലുള്ള സീറ്റാണ്. ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. സെൻട്രലിൽ ഒരു ഓറഞ്ച് ഇതൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു ഫാബ്രിക് സീറ്റുകളാണ്, ലെതർ ഫിനിഷ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് മാനുവൽ വേരിയന്റ് ആണ്. നമുക്ക് 3 പെഡലുകൾ കാണാം. വശത്തായിട്ട് ഒരു ഡെഡ് പെഡലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. AC വെൻസിലെല്ലാം നമുക്ക് ആ ഒരു ഓറഞ്ച് ഫിനിഷ് കാണാവുന്നതാണ്. സിറോസ് HTK ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആരും പറയില്ല ഇതൊരു ബേസ് വേരിയന്റ് ആണ്. മറ്റ് സെഗ്മെന്റ് വാഹനങ്ങളല്ല, മറ്റ് മാനുഫാക്ചേഴ്സിന്റെ ഒരു മിഡ് വേരിയന്റിലൊക്കെ കയറുന്ന അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ബേസ് വേരിയന്റിൽ തന്നെ കിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു EV കാറുകളിൽ വരുന്ന രീതിയിലാണ് അതിന്റെ അനിമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇഗ്നിഷൻസ് ഓഫ് ചെയ്യുന്ന സമയത്തും ഒരു മ്യൂസിക്കോട് കൂടി 2 സ്ക്രീനിലും അനിമേഷൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കിയ എന്ന് പറഞ്ഞൊരു ലെറ്ററിങ്ങും തെളിഞ്ഞു വരുന്നത് കാണാം. അങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണാത്ത പല ഫീച്ചേഴ്സും നമുക്ക് സിറോസിന്റെ ബേസ് വേരിയന്റ് തൊട്ടേ കാണാവുന്നതാണ്. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ടർബോ പെട്രോൾ എഞ്ചിനാണ്. പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്. എല്ലാ വേരിയന്റുകളിലും സിമിലർ സ്റ്റിയറിംഗ് വീൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന്റെ വശത്തായിട്ടാണ് കിയ എന്ന് പറഞ്ഞ ലെറ്ററിംഗ് കൊടുത്തിരിക്കുന്നത്. അതൊരു താഴെയുള്ള നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ടാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. വലതുവശത്തായിട്ടാണ് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസ് വരുന്നത്. ഇതിപ്പോൾ EV എന്ന് ഇൻസ്പയർ ചെയ്ത ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇപ്പോൾ മറ്റ് കിയ കാറുകളിലെല്ലാം ഇടതുവശത്തായിട്ടാണ് നമുക്ക് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതുവശത്താണ് ഇൻസ്ട്രുമെന്റ് കൺട്രോൾസ് വരുന്നതെങ്കിൽ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു 10 ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു, RPM മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ വാണിംഗ് ബേസ് വേരിയന്റിൽ, പിന്നെ നമ്മളുടെ ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു നമ്മൾ RPM കയറുന്നതിനനുസരിച്ച് അതിന്റെ ലൈറ്റിംഗ് നിങ്ങൾക്ക് കൂടെ ചേഞ്ച് വരുന്നത് കാണാം. അങ്ങനെ അത്യാവശ്യം എന്താ പറയുക, ഒരു EV-യിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാറിന്റെ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ സ്ക്രീൻ 12.3 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അതിനൊക്കെ കിയനെ നമ്മൾ എടുത്തു പറയണം. ഒരു HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇവിടെയും കാണാം, നമുക്ക് സെൻട്രൽ സ്ക്രീനിലും പാർക്കിംഗ് സെൻസേഴ്സ് കാണാവുന്നതാണ്. അങ്ങനെ
എന്താ പറയുക, നമുക്ക് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ഒക്കെ ശരിക്കും മറ്റ് മാനുഫാക്ചേഴ്സ് കണ്ടുപഠിക്കേണ്ടതാണ്. ഈ സ്ക്രീനിന്റെ ഒരു ക്ലാരിറ്റിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ടാബ്ലറ്റ് പോലെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ആണ്. വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. 4 സ്പീക്കർ മാത്രം ഇതിനകത്തൊന്നും ട്യൂട്ടേഴ്സ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഫിസിക്കൽ കൺട്രോൾസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീഡിയ കൺട്രോൾസ് കാര്യങ്ങൾ, അങ്ങനെ ഒരു ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റോട്ടറി സ്വിച്ച് എന്നുള്ള രീതിയിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ടാണ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ AC വെൻസ് കൊടുത്തിരിക്കുന്നത്. വളരെ ലോങ് ആയിട്ട് ഒരു ഇൻവിസിബിൾ എന്നുള്ള രീതിയിലാണ് AC വെൻസ് വരുന്നത്. പക്ഷെ അതിന് നടുക്കെല്ലാം നമുക്കൊരു ഓറഞ്ച് ഫിനിഷ് കാണാം. അതിന് താഴെ നമുക്ക് ACയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നും വരുന്നില്ല, മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലുക്ക് ആ സെയിം ഓട്ടോമാറ്റിക്കിന്റെ സെയിം ലുക്ക് കൊടുത്തിരിക്കുന്നു. അതായത് ACയുടെ ഒക്കെ ലുക്ക് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. മീൻസ് AC കൺട്രോൾസിന്റെ ലുക്ക് എല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കാണാം. അത് ടൈപ്പ് C ചാർജിംഗ് പോർട്ടായിട്ടും നമ്മളുടെ USB കണക്ട് ചെയ്യാനായിട്ടും ടൈപ്പ് C ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ തന്നെ 1, 2, 3 ചാർജിംഗ് പോർട്ടുകളാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അതിനകത്തെല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു, ആവശ്യമില്ല എങ്കിൽ. അതിന് താഴെ നമ്മുടെ ബാക്കിലെ ക്യാമറ ഡയറക്ട്ലി വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അത് നമുക്ക് ഫുൾ സ്ക്രീനിൽ തന്നെ വ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ 12 ഇഞ്ചിൽ തന്നെ. അതിനകത്ത് 1, 2 എക്സ്ട്രാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് നേരെ വാഹനത്തിന്റെ താഴെയുള്ള ഒരു കാണാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നേരത്തെ വാഹനത്തിന്റെ താഴെ എന്താണ് ഒബ്ജക്റ്റ് ഉള്ളത് അത് കാണാനായിട്ട്. പിന്നെ നമുക്ക് ആ ഒരു 2 സ്ക്രീൻ എന്നുള്ള രീതിയിലും പിന്നെ ഫുൾ സ്ക്രീനിലും അത് കാണാനായിട്ടുള്ള ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ ആണ്. അത് ആ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിൽ തന്നെ വരുന്നു. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ബ്ലൂയിഷ് ഫിനിഷ് കാണാവുന്നതാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സോഫ്റ്റ് ടച്ചോട് കൂടിയ സെന്റർ ആംറസ്റ്റ് ആണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് ആണ്. അത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു ബാഡ്ജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സെന്റർ IRVMs നമുക്ക് മാനുവൽ ഡിമിംഗ് IRVMs ആണ്. സൺഗ്ലാസ് ഹോൾഡർ ബേസ് വേരിയന്റിൽ തന്നെ. അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ ഈ വേരിയന്റിൽ നമുക്ക് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. LED കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് കാണാം. ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ നിന്നല്ല, നെക്സ്റ്റ് സെഗ്മെന്റിലെ കാറുകളിൽ കാണാത്ത അത്രയും ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സിറോസിന്റെ ബേസ് വേരിയന്റിൽ തന്നെ കിയ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂൾഡ് ഫീച്ചർ ഒന്നും ഈ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകൾ വരുന്നത് സിറോസിലാണ്. അപ്പൊ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ആ ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ്. ആ ഒരു ഫിനിഷ് നമുക്ക് ഇവിടെയും ഒരു ലൈനായിട്ട് കാണാം. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. അതിന്റെ സൈഡിൽ ഒരു ഓറഞ്ച് ഫിനിഷ് കാണാം. ബേസ് വേരിയന്റ് തൊട്ടേ സൺ ബ്ലൈൻഡ്സ് ഒരു കിയയുടെ വാഹനങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോഴത്തെ വെതറിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ സൺ ബ്ലൈൻഡ്സ്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് ബേസ് വേരിയന്റ് കൊടുത്തിരിക്കുന്നു. ചുറ്റുമെല്ലാം നമുക്കൊരു ബ്ലൂയിഷ് ഫിനിഷ് കാണാം. അതിന് താഴെ 2 ടൈപ്പ് C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നമ്മൾ സീറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാവുന്നതാണ്. മസാലക്ക് അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ കൂടിയും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഹെഡ്റൂം ഇതിനകത്ത് ബാലൻസ് ഉണ്ട്. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഇതിനകത്ത് ബാക്കിൽ പാഴ്സൽ ട്രേ വരുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറൈസ് ചെയ്യാം. പിന്നെ നമുക്ക് സെൻട്രലിൽ റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ഈ ഒരു സെഗ്മെന്റിലെ കാറുകളിലല്ല, ശരിക്കും നമ്മളൊരു നെക്സ്റ്റ് സെഗ്മെന്റിൽ ഒരു പ്രീമിയം കാറിലിരിക്കുന്ന ഫീലാണ് കിയ സെറോസിൽ കയറി ഇരിക്കുമ്പോൾ. അപ്പൊ നമ്മൾ വാഹനങ്ങളിൽ കയറി ഇരുന്ന് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാലും കയറി ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു പക്ക പ്രീമിയം കാറിൽ കയറി ഇരിക്കുന്ന ഒരു ഫീലാണ് സെറോസ് തരുന്നത്. കിയ സെറോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ
ഭാരത് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് സിറോസിന് കിട്ടിയിരിക്കുന്നത്. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെഗ്മെന്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറായിട്ട് കിയ സിറോസ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ സിറോസ് നമുക്ക് 2 എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ മാത്രമാണ് വരുന്നത്. ഒന്ന് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, അതൊരു 120 HP പവർ തരുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ്. 170 Nm ആണ് അത് ടോർക്ക് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, അതും പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് HTK ഓപ്ഷണൽ വേരിയന്റ് തൊട്ടാണ് ഡീസൽ വരുന്നത്. അതൊരു 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ്, 4 സിലിണ്ടർ ടർബോ ഡീസൽ. നമ്മളുടെ സെൽട്ടോസിൽ, സോണറ്റിൽ, നമ്മുടെ ക്രെറ്റയിൽ, അങ്ങനെ അൽക്കസാറിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനാണ്. 114 HP ആണ് പവർ. 250 Nm പീക്ക് ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണത്. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 തൊട്ട് 20 വരെ. ഓട്ടോമാറ്റിക്കിന് 17-18 മൈലേജാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. മാനുവലിന് 20 വരെയൊക്കെ ഉണ്ട്. റിയൽ ലൈഫിൽ ഒരു 15-നും 17-നും ഇടയ്ക്കൊക്കെ ഡീസലിന് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18.2 km/ലിറ്റർ ഒക്കെയാണ്. ഒരു 14-നും 15-നും ഇടയ്ക്ക് പെട്രോൾ വേരിയന്റിന് നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ കിയ എന്തുകൊണ്ടോ സിറോസിൽ നമ്മുടെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കൊടുത്തില്ല. അത് എന്തുകൊണ്ടും നന്നായി. കാരണം ഇത്രയും വലിപ്പമുള്ള ഇത്രയും പ്രീമിയം വാഹനത്തിൽ മാച്ച് ആവുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സിറോസിന് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വിഷു, ഈസ്റ്റർ എന്താണെങ്കിലും ഓഫറൊന്നും വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ HTK ബേസ് വേരിയന്റിന് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 8,9 ലക്ഷം രൂപയാണ്. അത് 8,99,999 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,54,000 രൂപയാണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ 10.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിപ്പമുള്ള ഇത്രയും ഫീച്ചേഴ്സുള്ള വേറൊരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇനി സെക്കൻഡ് വേരിയന്റായ HTK ഓപ്ഷണൽ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനേക്കാളും കറക്റ്റ് 1 ലക്ഷം രൂപ കൂടുതലാണ്. 9,99,999 രൂപ, അതായത് 10 ലക്ഷം രൂപ. അതിന് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 16,69,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോയ് വീൽസ് കിട്ടും, റൂഫ് റെയിൽ കിട്ടും. മറ്റ് ഫീച്ചേഴ്സ്, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് HTK ഓപ്ഷണൽ വേരിയന്റ് തൊട്ടാണ് ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ ബേസ് വേരിയന്റും HTK ഓപ്ഷണലാണ്. ആ വേരിയന്റിന് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 10,99,999 രൂപ, 11 ലക്ഷം രൂപ. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,25,000 രൂപ. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് HTK പ്ലസ് വേരിയന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HTK പ്ലസ് മാനുവൽ വേരിയന്റിന് 11,49,000 രൂപയും എക്സ്-ഷോറൂം പ്രൈസ് ആണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,77,000 രൂപ. അതിൽ നിങ്ങൾക്ക് 7 സ്പീഡ് DCT അവൈലബിൾ ആണ്. അതിന് 12,79,000 രൂപയാണ് എക്സ്-ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,31,000 രൂപ. അതായത് സിറോസിന്റെ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ് വേണമെങ്കിൽ നിങ്ങൾ 15,31,000 രൂപ മുടക്കേണ്ടി വരും. ഇനി ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. HTX-ലാണ് വരുന്നത്. അതിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് 16,99,000 രൂപയാണ് എക്സ്-ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 20,72,000 രൂപ. ഡീസലിലേക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ആ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെൽട്ടോസ് വാങ്ങാം. സെൽട്ടോസിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിന് അത്രയും പൈസയൊക്കെ തന്നെ വരുന്നുള്ളൂ. ഇതിനേക്കാളും മച്ച് വലിപ്പമുള്ളതും പ്രീമിയം ആയിട്ടുള്ള വാഹനമാണ് എന്തൊക്കെ പറഞ്ഞാലും സെൽട്ടോസ്. കാരണം ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിനകത്തായിരിക്കും കൂടുതൽ, പക്ഷേ രണ്ട് വാഹനങ്ങളും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ DKH കിയ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കിയയുടെ സിറോസോ സോണറ്റോ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓൾ കേരള ഡെലിവറി കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഈസ്റ്റർ ആൻഡ് വിഷു പ്രമാണിച്ച് സിറോസിന് 95% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,450 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. 1 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിലൊക്കെ സിറോസിന്റെ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. എനിക്ക് തോന്നുന്നു HTK ഓപ്ഷണൽ വേരിയന്റ് ഒക്കെയും നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.